തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്നുള്ള ചോദ്യമൊന്നും ഉയരുന്നില്ല. കാരണം എല്ലാവരും ഒരുപോലെ പ്രചാരണ രംഗത്ത് മുൻപന്തിയിലുണ്ട്. മുഖ്യമന്ത്രിയാണോ അല്പം മുമ്പിലെന്ന് നമുക്ക് സംശയിക്കാം. കാരണം TV മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ മുഖം എപ്പോഴും നമുക്ക് തെളിഞ്ഞു കാണാം. അക്ഷോഭ്യനായി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മുഖ്യമന്ത്രിയെയാണ് ഇപ്പോൾ LDF അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി, അഹോരാത്രം പണിയെടുക്കുന്ന മുഖ്യമന്ത്രി മുഖം മിനുക്കിക്കൊണ്ട് തന്നെയാണോ ഇപ്പോഴും മുന്നേറുന്നത് എന്നുള്ളതാണ്. എന്താണ് നിഷാദ് തോന്നുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റി കൂട്ടി എന്നുള്ള ഒരു നിരീക്ഷണം ഒരുപക്ഷെ ശരിയായിരിക്കാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ സമയം സ്ക്രീനിലുള്ളത് ആരാണ്, ഏറ്റവും കൂടുതൽ സമയം ജനങ്ങളോട് സംസാരിക്കുന്ന ആരാണ്, ഏറ്റവും കൂടുതൽ സമയം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആരാണ് തുടങ്ങിയിട്ടുള്ള സംഗതി അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യതയുമായി ബന്ധപ്പെട്ട ഒരു ആംഗിൾ നോക്കുമ്പോൾ ഗുണപരമാണ്. അതുമാത്രമല്ല, പിണറായി വിജയൻ സാധാരണ നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാത്ത ഒരാളും ദീർഘസമയം ക്വസ്റ്റ്യൻസിന് ഇരുന്ന് തരാത്ത ഒരാളുമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അദ്ദേഹം ക്ഷോഭിക്കുന്നത് നമുക്ക് കാണാം. അതൊന്നും ഇല്ലാതെ പിണറായി വിജയനെ നിരന്തരമായ ഇൻ്റർവ്യൂവിനും സ്ക്രീനിലും കാണുന്നത് ആളുകൾക്കും ഒരു കൗതുകമാണ്. ആ നിലയ്ക്ക് എടുക്കാവുന്ന ഒരു സംഗതിയാണ്. അതിനപ്പുറം പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള ഈ ഇൻ്റർവ്യൂകൾ എന്തെങ്കിലും സവിശേഷമായ ഒരു കണ്ടന്റ് ഉൽപ്പാദിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനകത്ത് നിന്ന് പിണറായി വിജയൻ പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം, അദ്ദേഹം അവതരിപ്പിച്ച ഒരു പുതിയ കാഴ്ചപ്പാട്, അങ്ങനെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും എഡിറ്റർമാർക്ക് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത് ഏതാണ്ട് എല്ലാം ടെംപ്ലേറ്റ് മറുപടികളാണ്. അല്ലാതെ പിണറായി വിജയൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ, അദ്ദേഹം അങ്ങനെ ഒരു കാഴ്ചപ്പാട് പങ്കുവച്ചല്ലോ, അല്ലെങ്കിൽ മനോഹരമായ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ കടന്ന് ആക്രമിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചല്ലോ, എവിടെയും നാം കണ്ടില്ല. അദ്ദേഹം ടെംപ്ലേറ്റ് സ്വഭാവത്തിലുള്ള മറുപടികൾ പറഞ്ഞു പോയതിനപ്പുറത്തേക്ക് ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരു ഉള്ളടക്കം എന്തുമാത്രം അതിഗംഭീരമായിരുന്നു ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അത് തന്നെയുമല്ല, അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും അദ്ദേഹം നിരാശപ്പെടുത്തുന്ന മറുപടികളും പറഞ്ഞു. ഇപ്പം മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമനുമായി അദ്ദേഹം നടത്തുന്ന അഭിമുഖത്തിലാണ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ചോദ്യം. എല്ലാവരും ചോദിച്ച ചോദ്യമാണ് അത്. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് ഒരു സംഗതി പറഞ്ഞപ്പോൾ താങ്കൾ മൗനം അവലംബിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുടെ ഒരു ഭാഗം, വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ളതല്ല, ലീഗിനെതിരായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു, അതിനുവേണ്ടി ഞാൻ ഇനി വർത്തമാനം പറയുന്നില്ല എന്നാണ്. പിണറായി വിജയനെ പോലെ ഒരാളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന, സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കുന്ന മറുപടി അതല്ലല്ലോ. പക്ഷെ അദ്ദേഹം അതിൽ തന്നെ നിൽക്കുകയാണ്. അതിന് മാത്രമല്ല, അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ ഞാൻ എന്തിന് മുസ്ലിം ലീഗിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ്. മലപ്പുറത്ത് വേറെ ആർക്കും കട തുറക്കാനോ ഉത്സവം നടത്താനോ പോലും കഴിയില്ല എന്ന വ്യാജം പറയുകയാണ്. ഈ മതനിരപേക്ഷ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഞാനിരിക്കുന്നു, മതനിരപേക്ഷ തകരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതേ മുഖ്യമന്ത്രി പറയാണ് എന്ന് വെച്ചാൽ ഇത് മതനിരപേക്ഷ കേരളമാണ്, ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, മതനിരപേക്ഷ ഭരണമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ പെട്ടെന്ന് പ്രമോദ് രാമൻ ചോദിക്കുന്നു ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. അപ്പോൾ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നു. എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം ഏത് ഈ മലപ്പുറത്ത് നിന്ന് എന്ന് പറയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷെ പണ്ട് ഇത് പറഞ്ഞത് സരസ്വതി വിളയാടിയതാണെന്ന്. സരസ്വതി വിളയാട്ടം സൂക്ഷിക്കണം, വാമൊഴി വഴക്കമുണ്ട്, അങ്ങനെ ഒരുപാട് സൂക്ഷിക്കണം. മാധ്യമങ്ങൾ ഏത് നിലയ്ക്ക് ഉപയോഗിക്കുമെന്ന് അറിയില്ല. ആ കാലമാണ് ഇത് നിലയ്ക്കുള്ള സാരോപദേശം അന്ന് കണ്ടത്. അപ്പോൾ പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു മാർക്സിസ്റ്റ്, ഒരു മതനിരപേക്ഷ നാടിൻ്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ദിശാബോധമുള്ള, തെളിച്ചമുള്ള ഒരു അഭിമുഖമാണോ നൽകിയെന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകമായും തോന്നിയില്ല. അത് മാത്രമല്ല, താൻ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഒരിടത്ത് ഒരു വിഭാഗം ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു നുണ ഒരാൾ പറയുമ്പോൾ അതിനെ ഒരാളുടെ അനുഭവമാക്കി അവതരിപ്പിക്കുന്ന ഒരാൾ ഏത് മതനിരപേക്ഷത ഭരണം കാഴ്ചവെക്കുന്നതാണ് എനിക്ക് സംശയം തോന്നുകയാണ്. എൻ്റെ ആഫ്റ്റർ ഓൾ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഇതാണ്, പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ ഒക്കെ മുന്നോട്ട് പോയപ്പോൾ CPIM-ന് അതിൻ്റെ PR സംഗതികൾ ചെയ്യുന്ന ആൾക്കാർക്കും തോന്നി ഇതിപ്പോൾ നമ്മൾ ക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നാലും CM-ൻ്റെ ഭാഗത്തു നിന്നുള്ള ചില അരഗൻസ് ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് ആൾക്ക് ഫീൽ ചെയ്യും. ആൾക്കാരത് എടുക്കുമല്ലോ. അപ്പോൾ ഈ നവകേരള സദസ്സ് പോയപ്പോൾ ചെടിച്ചട്ടി എടുത്ത് തത്താലയ്ക്ക് അടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഇതൊക്കെ കുഴപ്പമാവും തോന്നിയപ്പോഴാണ് സുജിത് ഭക്തൻ എന്ന് പറയുന്ന യൂട്യൂബറെ കൊണ്ടുവന്നിട്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. എന്നോടും പറയുമോ എന്ന് വളരെ സ്വാഭാവികത്വത്തിൽ തോന്നണം എന്ന ഉദ്ദേശത്തോടെ സുജിത്ത് ചോദിക്കുന്നു. നമുക്കത് വളരെ വളരെ യഥാർത്ഥമായി തോന്നുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി റെസ്പോണ്ട് ചെയ്യുന്നു. അതും വളരെ സ്വാഭാവികമായിട്ട് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ, നമുക്ക് അങ്ങനെ തന്നെ തോന്നുകയും ചെയ്യും. ഇല്ല, കയറി വാടാ മക്കളെ എന്ന്. മോഹൻലാലുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം
മോഹൻലാലിനോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഏതോ ഒരു കഥാപാത്രം ഉണ്ടല്ലോ ദിനേശൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മലയാളം സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് അങ്ങനെ വ്യക്തമായ ഓർമ്മയില്ലാത്ത തിരക്കേറിയ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്ന അദ്ദേഹം ഗോഡ് ഫാദറിലെ ഡയലോഗ് ഓർത്തെടുത്ത് വളരെ പെട്ടെന്ന് പറയാണ് കയറി വാടാ മക്കളെ എന്നുള്ളതാണ് എൻ്റെ പുതിയ നിലപാടെന്ന്. അപ്പോൾ ചില ഏരിയാസിൽ ചില ലോക്ക് കിടപ്പുണ്ട്, ബ്ലോക്ക് കിടപ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനുള്ള സ്ക്രിപ്റ്റ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കി കാണണം. എന്തായാലും എനിക്ക് ഭയങ്കരമായ ഒരു എക്സൈറ്റിംഗ് കണ്ടന്റ് ഉള്ള ഇന്റർവ്യൂ ആയിട്ട് തോന്നിയില്ല, മറിച്ച് പിണറായി വിജയൻ അവൈലബിൾ ആവുന്നുള്ളൊരു പ്രത്യേകത മാത്രമേ എനിക്ക് തോന്നി. ജിമ്മി, നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അക്ഷയ് കുമാർ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ നിരന്തരം അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നു. യമുനയുടെ തീരത്ത്, ഗംഗയുടെ തീരത്തൊക്കെ പോയി ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹം ചിരിച്ച് കളിച്ച് മറുപടികൾ പറഞ്ഞുകൊള്ളും. അതിനോട് സമാനമായി ഇതിനെ നമുക്ക് ഉപമിക്കാൻ സാധിക്കുമോ? മാധ്യമങ്ങൾ പിണറായി വിജയനോട് ഒരല്പം പേടി കലർന്ന ഒരു അടുപ്പമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ ഇപ്പം അങ്ങനെയാണ് പല കാലത്ത്. ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ ശരീരഭാഷ കൊണ്ട് നിങ്ങളെ ശരിയായി കളയുമെന്ന് തോന്നുമ്പോൾ ഒന്ന് അറക്കിയ അങ്ങനെ ഒരു സാധനമുണ്ട്. അത് പിണറായി വിജയനോട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂകളിലും ഈ ഭയം ഞാൻ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു. പൊതുവെ അങ്ങനെ അങ്ങോട്ട് ഗ്രില്ല് ചെയ്യാൻ ആരും ശ്രമിച്ചില്ല. അതിന് ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഡെക്കോറം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്നല്ല, പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളത് തോന്നുന്നു. പക്ഷേ 2-3 ചില കാര്യങ്ങൾ പുറത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം പൂർണ്ണമായി സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ചോദ്യമായി വരുന്നു. നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സമുദായങ്ങൾ ഒന്നിക്കണമെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾ മാത്രമല്ലേ പുറത്തെന്നാണ്. അതിനും പിണറായി വിജയൻ പറഞ്ഞ മറുപടി അദ്ദേഹം മുസ്ലിം ലീഗിനെ കുറിച്ചല്ലേ പറഞ്ഞതെന്നാണ്. ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന പ്രയോഗത്തിന് അതോടെ മുസ്ലിം ലീഗ് അറിഞ്ഞുകൂടാ. പൊളിഞ്ഞു പാളീസായിപ്പോയ ഉത്തരം 1. 2, ജമാഅത്തെ ഇസ്ലാമിയാണ് നിങ്ങളുടെ വിരോധം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചരിത്രമൊക്കെ പറയുമ്പോൾ അവസാനം പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞു അവർ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ഞങ്ങൾ അവർക്കെതിരെയും തിരിഞ്ഞു. അവർ പൊളിറ്റിക്കലായി നീങ്ങിയപ്പോഴാണ്. അതും ഒരു പുതിയ റെവലേഷനാണ്. ഇത്രയും കാലം വർഗീയത എന്ന് പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് നിലപാട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അവർ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ഞങ്ങളും തിരിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രശ്നം എന്നും പറയുകയാണ്. 3, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ 4 വോട്ടിനും എങ്ങനെയായിരുന്നു, കുറച്ച് വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി ചെറ്റത്തരം ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ നമ്മൾ ഈ ഇൻ്റർവ്യൂ സീരീസിൽ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം അത് കോടതി വരെ നിലപാട് മാറ്റിയില്ല എന്നും പ്രത്യേകിച്ചൊന്നും പ്രത്യേകം പറയാതെ കോടതി ഞങ്ങളോട് അങ്ങനെ ചോദിച്ചില്ലല്ലോ എന്നും ഒക്കെ പറഞ്ഞ് പല സാങ്കേതികളുടെയും പിന്നിൽ ഒളിച്ചിരിക്കുന്ന പിണറായി വിജയനാണ് ഞാൻ കണ്ടത്. ചുരുക്കത്തിൽ പിണറായി വിജയൻ യോഗിയുടെ സന്ദേശം യോഗി ആദിത്യനാഥിനെ നിങ്ങൾ പരിപാടിക്ക് ക്ഷണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ യോഗിയെ ക്ഷണിച്ചോ? ഉത്തരത്തിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കടലാസം കണ്ട് വായിച്ചു, ഇങ്ങനെയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാനീ പറഞ്ഞ ഈ 4 പൊളിഞ്ഞു പാളീസായ ഒരു മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഞാൻ കണ്ടത്. പിന്നെ മുഖ്യമന്ത്രി അധികം അഭിമുഖം ആർക്കും തരാത്തത് കൊണ്ട് അതിനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് എല്ലാ ദിവസവും മൈക്കിന് മുമ്പ് വരുന്ന ആൾ പ്രത്യേകിച്ചൊരു ഇൻ്റർവ്യൂ പ്രത്യേകിച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒരു എക്സ്ക്ലൂസിവിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അജിംസിന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയത് ഇതൊരു സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂകളായിട്ടാണ് എല്ലാവരുടെയും തോന്നിയത്. സ്ക്രിപ്റ്റഡ് എന്ന് പറയാൻ കാരണം ഈ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ പിണറായി വിജയനെതിരെ എന്തൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു പ്രേക്ഷകന് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും. സ്ക്രിപ്റ്റഡ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്ന ചോദ്യങ്ങൾക്ക് ഇന്ന മറുപടി പറയാം. അതിൽ നിന്ന് ആകെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ നമ്മുടെ എഡിറ്റർ നടത്തിയ അഭിമുഖത്തിൽ മാത്രമാണ്. അത് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടും ശബരിമല കേസ് ഓർമ്മിപ്പിച്ചുകൊണ്ടും അയ്യപ്പ സംഘത്തിൽ യോഗിയുടെ കത്ത് വായിച്ചതും അത് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പാളിപ്പോയത്. അപ്പോൾ യോഗി ആദിത്യനാഥിന് പാളിപ്പോകാൻ അത് സ്ക്രിപ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ക്രിപ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നയാൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റിനെ കുറിച്ചാണ്. അല്ലാണ്ട് മാധ്യമങ്ങൾക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ന ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ച് പോയി പഠിച്ചതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കാതെ നടത്തിയ ആൻസറുകളൊക്കെയാണ് പാളിപ്പോയിട്ടുള്ളത്. പിന്നെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു അനാവശ്യമായ ഭക്തി, ഭയം മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പിണറായി വിജയൻ ധർമ്മടത്തെ കാൻഡിഡേറ്റാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ധർമ്മടത്ത് 3-ാം മൂഴം തേടുന്ന ഒരു കാൻഡിഡേറ്റാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കേരള CM ഇൻ്റർവ്യൂ ചെയ്യാനല്ല നമ്മൾ പോകുന്നത്. ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനാണ് വോട്ട് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ മുന്നണിയാണ് വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ കുറേ കൂടി കുറച്ചുകൂടി അഗ്രസീവ് ആവാമായിരുന്നു എല്ലാവരും. നമ്മുടെ എഡിറ്റർ ഉൾപ്പെടെ കുറച്ചുകൂടി അഗ്രസീവ് ആവണമെന്ന അഭിപ്രായമാണ് എനിക്കുണ്ടായിരുന്നത്. ഇതിനകത്തൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിണറായി വിജയൻ ഈ സംഭവങ്ങളിന്മേൽ അപ്പോൾ റെസ്പോണ്ട് ചെയ്ത് പോകാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ലെഫ്റ്റിനുണ്ടായി കരുതുക, അദ്ദേഹം 3 ആഴ്ചത്തേക്ക് ആരെയും കാണില്ല.
അപ്പോൾ പിന്നെ അദ്ദേഹത്തെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ എപ്പോഴെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് വലിയ സംഗതിയായിട്ട് ആൾക്കാർ കാണും. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 1.5 വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും കിട്ടുക. മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് നിഷാദേ. ഈ ഉമ്മൻചാണ്ടി മുമ്പ് വേണുവിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ സീനാകെ ബോറാവുമല്ലോ എന്നൊരു കരുതൽ കൂടി ഉണ്ടാവും. സാധാരണ നിലയ്ക്ക് മുഖ്യമന്ത്രി ക്ഷോഭിക്കേണ്ട സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ക്ഷോഭിക്കാൻ പാടില്ല എന്ന കരുതലോടെയാണ് അദ്ദേഹം അവിടെ ഇരുന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും മൊത്തം നോക്കും. യെസ്, നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകാൻ തോന്നുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത വിഷയം. SDPIയുടെ ഈ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. SDPIയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഒരുമിച്ച് UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ള ആരോപണം ഇത്തവണ LDFന്റെ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നതേയില്ല. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ എല്ലാ പ്രസംഗത്തിലും ഒരുപക്ഷെ ആദ്യം വരുന്ന വിഷയം LDF പ്രാസംഗികരുടെ ആദ്യം വരുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും SDPയെക്കുറിച്ചുമാണ്. പക്ഷേ ഇപ്പോൾ എവിടെയും നമ്മൾ SDPയുടെ പേര് കാണുന്നില്ല. എന്തായിരിക്കും അതിന് കാരണമെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. SDPI ഇത്തവണ 40 സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഞ്ചേശ്വരത്തെ അവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ്. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ വെച്ചു എന്ന് മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുടെ പേര് KM അഷ്റഫ് എന്നുള്ളതാണ്. അവിടുത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് AKM അഷ്റഫ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപര സ്വഭാവമുള്ള സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് മഞ്ചേശ്വരത്ത് വോട്ട് പിടിക്കാൻ SDPI ഇറങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് മഞ്ചേശ്വരത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ UDF ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ളത്. K. സുരേന്ദ്രൻ അവിടെ തോറ്റത് വെറും 89 വോട്ടുകൾക്കാണ് അവിടെ ഒരിക്കൽ തോറ്റിട്ടുള്ളത്. അതായത് ഓരോ വോട്ടും അതിനിർണായകമായ ആ മഞ്ചേശ്വരത്ത് എന്തിനാണ് SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മറുപടി തുടങ്ങാം. അജിംസ്, അതായത് എന്തിന് എന്ന ചോദ്യത്തിന് ഇതുവരെ SDPI ഔദ്യോഗികമായി മറുപടി പറഞ്ഞിട്ടില്ല. മൂവാറ്റൂർ അഷ്റഫ് മൗലവി അവരുടെ സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് ജനാധിപത്യത്തിൽ മുൻ അധ്യക്ഷനാട്ടോ. മുൻ അധ്യക്ഷൻ ഫാസിസത്തിനെതിരായ പോരാട്ടം വളരെ അനിവാര്യമാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മട്ടിൽ ആ അർത്ഥം വരുന്ന ഒരു പ്രയോറിറ്റി അതിനായിരിക്കണം. എനിക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഈ മഞ്ചേശ്വരത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. മഞ്ചേശ്വരത്ത് അങ്ങനെയാണെങ്കിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തി BJPയുടെ ജയം എളുപ്പമാക്കുകയാണോ SDPI ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമുണ്ട്. അത് പോസ്റ്റ് പിൻവലിച്ചേ. പോസ്റ്റ് പിൻവലിച്ചു. അപ്പോൾ അവർക്കിടയിൽ ഒരു റിഫ്റ്റ് ഉണ്ടോ? റിഫ്റ്റ് ഒന്നുമല്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ SDPI ഉൾപ്പെടെയുള്ള ഇത്തരം നവസാമൂഹിക രാഷ്ട്രീയ പാർട്ടികൾ, നവസാമൂഹികത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ വാദിക്കാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് AIMMനെ കുറിച്ച് പറയുമല്ലോ, അസദുദ്ദീൻ ഉവൈസി എന്തിനാണ് ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നത്? BJP ജയിപ്പിക്കാനാണെന്നുള്ള ക്വസ്റ്റ്യൻ റെലവൻ്റ് ആണ്. അങ്ങനെ ഉയർന്നു വരാറുണ്ട്. ഉവൈസി BJP ചാരനാണെന്ന് ചോദിക്കും. അപ്പോൾ ഉവൈസി പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ പാർട്ടി വളർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, ഞങ്ങൾക്ക് വോട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അവർ വർദ്ധിപ്പിക്കുന്നുണ്ട്, വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്, സീറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, വളരെ നിർണായകമായ ചില സന്ദർഭങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് BJP ജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് SDPI പോലുള്ള പാർട്ടികൾ, ഈ നവസാമൂഹിക രാഷ്ട്രീയ പാർട്ടികളിൽ SDPIക്ക് സവിശേഷമായ പ്രാധാന്യം. അവർ സമൂഹത്തെ പ്രൊഫസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം RSSന്റെ അപകടത്തെക്കുറിച്ചാണ്. RSSും BJPയും അധികാരത്തിൽ വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അവർ വേട്ടയാടുന്ന ജനസമൂഹങ്ങളെക്കുറിച്ചാണ് അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടി എന്ത് ചെയ്യുകയാണ്? BJPയുടെ ജയം എളുപ്പമാകുന്ന വിധത്തിൽ ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് കുറച്ച് സംശയത്തോടെ നോക്കാൻ പറ്റും. അത് അവർക്കിടയിൽ റിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇനി മറ്റെന്തെങ്കിലും സമ്മർദ്ദം മൂലമാണോ ഇത് ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം പല രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു വിഭാഗം കൂടിയാണ് SDPI. അർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്താൽ വേട്ടയാടപ്പെടുന്നവരാണ്. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പാണോ, അതല്ല മറ്റെന്തെങ്കിലും ഡീലാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർ പ്രൊഫസ് ചെയ്യുന്ന കാര്യം, അവർ പ്രൊഫസ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ സംശയത്തോടെ വീക്ഷിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു ന്യായീകരണവാദമുണ്ട് ഈ സംഭവത്തിന് അടിസ്ഥാനമായിട്ട്. നിയമമണ്ഡലത്തിൽ BJP ജയിക്കും, അവിടെ കോൺഗ്രസ് എന്തിന് സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് ചോദ്യം. ശിവൻകുട്ടി പിന്തുണയ്ക്കുകയല്ലേ വേണ്ടെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 3ാം സ്ഥാനത്താണല്ലോ കോൺഗ്രസ്. പക്ഷേ നേമത്തെ സിറ്റുവേഷൻ അല്ല മഞ്ചേശ്വരത്ത്. നേമത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ BJP ജയിച്ചു. അതാണ് അവസ്ഥ. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ BJP ജയിക്കും. അവിടെ കോൺഗ്രസ് മുരളീധരൻ നിന്ന് കൂടുതൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ നേമത്തെ ശിവൻകുട്ടി ജയിച്ചത്. മഞ്ചേശ്വരത്ത് അതല്ല അവസ്ഥ. മഞ്ചേശ്വരത്തെ അവസ്ഥ, നമ്മളൊരു സ്ഥാനാർത്ഥി നിർത്തിയിട്ട് ഏത് വോട്ടാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്, ആ വോട്ട് അട്രാക്ട് ചെയ്ത് ഏത് സ്ഥാനാർത്ഥി തോക്കും എന്നുള്ള ബോധത്തോടുകൂടിയാണ് നിർത്തുന്നത്. ജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടികൾ. അപ്പോൾ ഇത് മഞ്ചേശ്വരത്ത് ഇത് ചെയ്യുന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും മറ്റ് താല്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. അതർവൈസ് SDPI പോലൊരു പാർട്ടി അവർ നിരന്തരം BJPക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും BJPക്കെതിരെ പോരാടുകയും അതിനുവേണ്ടി തന്നെ രൂപം കൊണ്ട പ്രസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പാർട്ടി മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അവരുടെ മറ്റുള്ളിടത്ത് സ്ഥാനാർത്ഥിത്വം കൂടി പരിശോധിക്കേണ്ടി വരും. മറ്റ് 40 ഇത് എന്തിനാണ് നിർത്തിയിട്ടുള്ളത്, ഏതൊക്കെ സ്ഥാനാർത്ഥികളെ ആണ് നിർത്തിയിട്ടുള്ളത്, എന്തിനു വേണ്ടിയാണ് നിർത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടി വരും. എന്തായിരിക്കും മറ്റു താല്പര്യം ജിമ്മി? ഇതിൽ SDPIയുടെ ശത്രു ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റിൽ അവർക്ക് ഇങ്ങനെ പാളിപ്പോയത് എന്തുകൊണ്ടാണെന്നാണ് അത്ഭുതം. കാരണം മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ SDPIക്ക് സ്ഥാനാർത്ഥി ഇല്ല.
സ്ഥാനാർത്ഥിയില്ല. ഇത്തവണയാണ് SDP സ്ഥാനാർത്ഥിയുള്ളത്. അപ്പോൾ SDP ശത്രു പ്രധാനപ്പെട്ടതായിട്ട് മുസ്ലിം ലീഗാണ് എന്ന മട്ടിൽ SDP അവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ വേറെ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. SDP 2020 അവർക്കൊരു ബ്ലോക്ക് അംഗമുണ്ട്. ആ ബ്ലോക്ക് അംഗത്തെ ഇത്തവണ ലീഗും BJP എല്ലാം കൂടി ചേർന്ന് പരാജയപ്പെടുത്തി എന്നൊരു വലിയ പരാതി അവർക്കുണ്ട്. എന്തായാലും അയാൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് സത്യമാണ്. അതുപോലെ തന്നെയാണ് പൈവളിക പഞ്ചായത്തിൽ സുമന ജി ഭട്ട് എന്ന് പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പദവിയിലേക്ക് ഒരു BJPക്കാർ ജയിച്ചപ്പോൾ അത് ലീഗുകാർ വോട്ട് ചെയ്തു എന്ന് വലിയ വാർത്തയുണ്ടായിരുന്നു ഒരു സമയത്ത്. അത് ഇവരെല്ലാം കൂടി ചേർന്ന് കളിക്കുകയാണ് എന്നൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷേ SDP തോൽപ്പിക്കാനായി പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗ് ആഞ്ഞ് ഉണ്ടാവും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് തദ്ദേശത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊളിറ്റിക്സ് തന്നെയാണ്. അല്ലെങ്കിലും ലീഗിനെ SDP ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജയിക്കാൻ സാധ്യതയുള്ള CPM-ഉം കോൺഗ്രസും BJPയും മത്സരിക്കുന്നത്. അല്ലെങ്കിൽ BJP വിട്ടുള്ളൂ, കോൺഗ്രസും CPM മത്സരിക്കുന്നത്. പക്ഷേ ഇവിടെ SDP പ്രശ്നം, നിങ്ങൾക്ക് മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് കഴിയുന്ന സ്ഥാനാർത്ഥി പോലുമില്ല, നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസൻസും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ മുസ്ലിം ലീഗുകാരൻ തോക്കണം. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പറെ തോപ്പിച്ചു, അല്ലെങ്കിൽ മറ്റേ പഞ്ചായത്തിൽ അവന്മാരുണ്ട്, ഇനി അവന്മാരെ ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചെറിയ പെനി വൈസ് പൗണ്ട് ഫോളിഷ് എന്ന് പറയുന്ന പോലെ ചെറിയ ലോക്കൽ അടിയുടെ പേരിൽ BJPക്ക് അവിടെ നിന്ന് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചെറിയ തർക്കങ്ങളുടെ പേരിലൊക്കെ SDP പോലെ പ്രഖ്യാപിത BJP RSS വിരുദ്ധതയുള്ള ഒരു പാർട്ടി വല്ലാതെ ഇവരാൽ ഉപദ്രവിക്കപ്പെട്ട ശരിയായും തെറ്റായും ഒക്കെ ഉപദ്രവിക്കപ്പെട്ട ഒരു പാർട്ടി അങ്ങനെ ചെയ്യുമോ? അവിടെ അജിംസ് പറഞ്ഞുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. വേറെ എന്തോ ചില കാര്യങ്ങൾ, ചില ഉറപ്പുകൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ ലോക്കൽ ഇഷ്യൂവിൻ്റെ പേരിലൊന്നും ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. ലോക്കൽ ഇഷ്യൂ ഉണ്ട്, ലോക്കൽ ഇഷ്യൂവിൻ്റെ പേരിലാണ് ചെയ്തതെങ്കിൽ കഷ്ടം. മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിലാണെങ്കിൽ SDP അവരുടെ അടിസ്ഥാനം തന്നെ അവർ ഇല്ലാതാക്കിയിരിക്കുകയാണ്. മഹാകഷ്ടം. അതെ. നിഷാദ്, ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ തവണ വേങ്ങര മണ്ഡലത്തിലാണ് ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് SDP നേടിയിട്ടുള്ളത്. പക്ഷേ വേങ്ങര മണ്ഡലത്തിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല. നേരത്തെ അജിംസ് സൂചിപ്പിച്ച AM-ന്റെ ഉദാഹരണം ഉന്നയിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ശക്തി പ്രകടിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് വേങ്ങരയിൽ സ്ഥാനാർത്ഥിയെ വെക്കണം. പക്ഷേ വേങ്ങരയിൽ സ്ഥാനാർത്ഥി വെച്ചിട്ടില്ല, പക്ഷേ മഞ്ചേശ്വരത്ത് വെക്കുകയും ചെയ്തു. എനിക്കതിനെ ഒട്ടും നിഷ്കളങ്കമായിട്ട് തോന്നുന്നില്ല. അതാണ് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം. അതായത് SDP എന്ന് പറയുന്ന പാർട്ടി എന്താണ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജി? ഇന്ത്യയിലെ മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയമായ അഭയസ്ഥാനം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണല്ലോ. ആ സംഘടന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തതിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ BJP ജയിക്കുന്നു എന്ന നില വന്നാൽ പിന്നെ ആ പാർട്ടിക്കുള്ള ഒരു എക്സിസ്റ്റൻസിൻ്റെ സാധ്യത എന്ന് മാത്രമാണ്. അതിജീവനത്തിൻ്റെ സാധ്യത ഇല്ലാതാവുകയാണ്. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ BJPയെ ജയിപ്പിക്കാൻ തക്ക തരത്തിലുള്ള കളികൾ കളിക്കുന്നവരാണ് എന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂ, ആ വിശ്വാസം അവർക്ക് മേൽ രൂപപ്പെടും. അപ്പോൾ അവർ ഈ കളിക്കുന്ന കളി വെറുതെയല്ല. ഒരു നേരത്തെ പറഞ്ഞില്ല, സില്ലി ഈഗോയുടെ പേരിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി BJPയെ ജയിപ്പിച്ച് കളയാം എന്നവർ തീരുമാനിക്കുകയില്ല. അതിനേക്കാൾ വലിയ ബെനഫിറ്റ്സ് ഉണ്ട് എന്ന് സാധാരണ നിലയ്ക്ക് വിചാരിക്കണം. നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ SDP-ക്കാരുടെ വെറുതെ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിയോ, മൊത്തം SDP-ക്കാരും ഏതോ കാരണത്താൽ നിശബ്ദരാണ്. എന്ത് കാണാൻ പറ്റും? അപ്പോൾ അവർക്ക് ആരൊക്കെയുമായ ഒരു സഖ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുമായിട്ട് ആരും സഖ്യത്തിനില്ല, ഞങ്ങളെ ആരും സഹായിക്കുന്നില്ല, എങ്കിൽ ഞങ്ങളും ആരെയും സഹായിക്കുന്നില്ല എന്ന നില സ്വീകരിക്കാൻ എല്ലാ പാർട്ടിക്കും അവകാശമുണ്ട്. പക്ഷേ SDP മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അതിജീവന പ്രശ്നം, അവരുടെ നിത്യജീവിത അതിജീവന പ്രശ്നത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരിക്കണം? ഫാസിസ്റ്റുകൾ വരുന്നത് തടയലാവണം. അതാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എന്ന് പറയുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്കിൽ മുമ്പിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സാധനം. അപ്പോൾ അതിനെ തടയാൻ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ത്യാഗം നമ്മൾ സഹിക്കലാണ് ഒന്നാമത്തെ കാര്യം. അതിനാണല്ലോ ഇവർ ഈ ത്യാഗം മുഴുവൻ, പല കൈൻഡ് ഓഫ് ത്യാഗങ്ങളിൽ നിന്ന് ഇവർ അവകാശപ്പെടുന്ന സാധനം മുഴുവൻ ഇവർ സഹിച്ചത്. ഇവിടെ അത് അവരെന്താ പറ്റാത്തത്? ഇവിടെ അവർ കാണുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ഇലക്ഷൻ, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ പോലെയുള്ള കേവലമായ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി വിത്ത് ഡിഫറൻസ് സംഗതി എവിടെ എന്ന ക്വസ്റ്റ്യനുണ്ടല്ലോ. സോ അതുകൊണ്ട് ഇതൊരു സാധാരണ പെറ്റി വൈരാഗ്യത്തിൻ്റെ പേരിലുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള താല്പര്യമോ കരാറോ പ്രവർത്തിക്കാനുള്ള സാധ്യത തള്ളാൻ കഴിയുന്ന ഒന്നല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് BJPയെ ജയിപ്പിക്കാൻ മാത്രമാണ് അവിടെ താല്പര്യം. ഇപ്പം നോക്കൂ, ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഉച്ചത്തിൽ SDP വിളിച്ചു പറയേണ്ട രാഷ്ട്രീയ വിഷയമാണ് തലശ്ശേരിയിലെ കാരായി രാജൻ്റെ സ്ഥാനാർത്ഥിത്വം. ഫസലിനെ അവരുടെ കോമ്രേഡായിരുന്ന ഫസലിനെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതിയായ കാരായി രാജൻ തലശ്ശേരിയിൽ CPM മത്സരിപ്പിക്കുമ്പോൾ അതിനെതിരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ട പരമമായ ബാധ്യത ഉണ്ടായിരുന്ന SDP ഒരക്ഷരം മിണ്ടുന്നില്ല.
എന്നു മാത്രമല്ല അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫ് കഴിഞ്ഞ മാസമാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരവുമില്ല. എന്നു മാത്രമല്ല മുസ്ലിം വിരുദ്ധമായ എന്തെങ്കിലും ഒരു നിലപാട് CPIM സ്വീകരിക്കുന്നുവെന്ന് വിചാരിക്കാനും വയ്യാന്ന്. ആ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ, തെറ്റില്ലാത്ത അഭിപ്രായമാണ്, പറയാം. പക്ഷേ അഭിപ്രായത്തിന്റെ തുടർച്ച നമ്മൾ കാണുന്നു. കാരായി രാജൻ വധക്കേസിൽ ഒറ്റയക്ഷരം മിണ്ടുന്നില്ല. എന്നു മാത്രമല്ല ഇപ്പോൾ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിനുള്ള തന്റെ വിയോജിപ്പാണ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി രാവിലെ ഫേസ്ബുക്ക് ഇട്ടത്. ആദ്യത്തെ ശത്രു ഫാസിസ്റ്റുകളായിരിക്കണമെന്ന്. പിന്നീട് അതിന് പിൻവലിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്ന ആദ്യത്തെ ശത്രുവിന്റെ ഗണത്തിൽ നിന്ന് ഫാസിസ്റ്റുകളെ എടുത്തു മാറ്റിവെച്ച് ലോക്കൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കന്മാരെ ആദ്യ ശത്രുവിന്റെ ഗണത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അത് അപകടം പിടിച്ച കളിയാണ്, ശരിയായ സമീപനമല്ല എന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു, പല സമ്മർദ്ദങ്ങൾക്കുണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ SDPI സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ അവർക്കകത്ത് തന്നെ പലതരത്തിലുള്ള റിഫ്റ്റ് ഉണ്ടാക്കുന്ന തീരുമാനമാണെന്ന് പറയാതെ വയ്യ. അവർ മഞ്ചേശ്വരത്തിരിക്കുന്ന നിലപാട് ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ ഇഷ്യൂ അല്ല, അത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതോ നിലയ്ക്കുള്ള ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ SDPI റീസൺ കാരണം അവിടെ BJP ജയിച്ചാൽ പിന്നെ SDPIക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ പുല്ലുവിലയായിരിക്കും. ആ റിസ്ക് അവരെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാൾ വലിയ എന്തോ സാധ്യത അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു സന്ധിയാണെന്ന് ഞാൻ ന്യായമായി വിചാരിക്കുന്നു. അല്ലാതെ ഇത് കേവലമായി ഈഗോ തീർക്കലല്ല. അങ്ങനെ വർക്ക് ചെയ്ത് പോന്നിട്ടുള്ള പാർട്ടിയല്ല ആ പാർട്ടി. എന്ന് മാത്രമല്ല പല വിഷയങ്ങളിൽ ആ പാർട്ടി സ്വീകരിക്കുന്ന സൈലൻസ്, ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ എടുത്തു വരുന്ന നിലപാട് എന്നിവയെല്ലാം സംശയത്തിന് മാത്രം ഇട നൽകുന്നതാണെന്നാണ് എൻ്റെ പോയിന്റ്. അതല്ല, അതിൽ കക്ഷി BJP മാത്രവുമല്ല. അല്ല, കക്ഷി BJP മാത്രമല്ല, അത് രാഷ്ട്രീയമായി അവർ ധാരണ ഉണ്ടാക്കിയിരിക്കുന്ന കക്ഷി BJP മാത്രമല്ല. മഞ്ചേശ്വരം മാത്രം കാണരുത്, ഈ 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളില്ലാത്ത മറ്റ് സ്ഥലങ്ങളെയും കൂടെ കാണുക, അത്രേ ഉള്ളൂ. യെസ്, ഏതായാലും ഫാസിസത്തിനെതിരെയാണ് തങ്ങളുടെ യുദ്ധമെന്നാണ് SDPI ഇപ്പോഴും അവരുടെ പ്രഖ്യാപനം ആയി പറയുന്നത്. പക്ഷേ അതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് ഈ മഞ്ചേശ്വരം സ്ഥാനാർത്ഥിത്വം എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അതിന് മറുപടി അവർ പറയേണ്ടതുണ്ട്. ഇന്നലെ രാത്രി മുസ്ലിം ലീഗുകാർ എല്ലാവരും ഞെട്ടിയ ദിവസമാണ്. ലീഗുകാർ മാത്രമല്ല, രാഷ്ട്രീയ കേരളം ഒന്നാകെ, ആത്മീയ കേരളവും ഒന്നാകെ ഞെട്ടിയ ദിവസമാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് ഒരു മോശം സ്ക്രീൻഷോട്ട് നാടാകെ പരന്നു. പക്ഷേ മണിക്കൂറുകൾക്കകം ആ സ്ക്രീൻഷോട്ട് അപ്രത്യക്ഷമായി. മുസ്ലിം ലീഗ് നേതാക്കൾ എല്ലാവരും തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പോസ്റ്റിട്ടു തങ്ങൾക്കെതിരെ നടക്കുന്ന ഭീകരമായ ഈ വ്യാജ പ്രചാരണത്തിനെതിരെ. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആ കേസിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. നിഷാദ്, സ്ക്രീൻഷോട്ടുകൾ മുമ്പും വന്നിട്ടുണ്ട്, അത് വ്യാജമാണെന്ന് തെളിയുകയും അന്വേഷണത്തിൽ പലരും പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്ത് പറയാം? ഈ കാര്യത്തിൽ സംഭവിച്ച എന്താണെന്ന കാര്യത്തിൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് DGPക്ക് പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വളരെ തറോ ഇൻവെസ്റ്റിഗേഷൻ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികളാരാണെന്ന് കണ്ടെത്തണം എന്നാണ്. വിദേശത്തു നിന്നുള്ള ഏതോ ID ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെയാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ആരാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ അന്വേഷണം വേണം. ലീഗ് അടുത്ത വെരി മൊമെന്റിൽ അവർ പരാതി കൊടുത്തു. അല്ലാതെ ജനങ്ങൾക്കെല്ലാം അറിയാം സത്യം എന്ന നിലപാട് സ്വീകരിച്ചില്ല എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ, എന്തും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചത് അവരുടെ കോൺഫിഡൻസ് ആണ് വ്യക്തമാക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ അത് CPMകാർ ചെയ്തതാണ് എന്ന മട്ടിൽ കുറേ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നുള്ള ഇത് വരുന്നുണ്ട്. ലീഗുകാർ പലരും ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് CPMന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള സമയമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. CPM അതിനെ പിന്നാലെ പിടിക്കാൻ തീരുമാനിച്ചില്ല, അതൊരു വലിയ വിഷയമാക്കാൻ തീരുമാനിച്ചില്ല. CPMന്റെ സൈബർ പടയൊക്കെ തന്നെ വളരെ സംയമനം പാലിക്കുന്ന ഒരു അസാധാരണമായ കാഴ്ചയും കണ്ട ദിവസമാണിത്. അതിന് പിന്നാലെ പിടിക്കാൻ പോയാൽ അത് തിരിച്ചടിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായതുപോലെ കണ്ട കാഴ്ച ജനം TV ഉടൻ തന്നെ ഇത് വാർത്തയാക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫൈലുകൾ അത് ഷെയർ ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചാനൽ പിന്നെ വാർത്ത വലിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയരാഘവനെ പോലുള്ള CPMൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇദ്ദേഹം ആദരണീയനാണെന്ന മട്ടിൽ രംഗത്ത് വന്നു. KT ജലീലൊക്കെ തങ്ങൾ ആദരണീയനാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്രയാസം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് CPMനെതിരെ ആരോപണം ഉയർത്തുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ കാണേണ്ടതാണ്. ആ പോയിന്റ് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ പറഞ്ഞല്ലോ, സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന സംഗതി, കാഫർ സ്ക്രീൻഷോട്ട്, അതായത് ഷാഫിക്ക് വോട്ട് ചെയ്യണം എന്താ കാഫറിന് നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല സ്ക്രീൻഷോട്ട് അന്ന് വടകരയിൽ വലിയ സംഭവമായിട്ട് മാറിയ ഒന്നാണ്. ആ കേസിൽ പ്രതികളെ പിടിച്ചു എന്ന് ഔഫല് പറഞ്ഞല്ലോ, ഇല്ല. ആ കേസിൽ പ്രതികളെ പിടിക്കും എന്ന മട്ടിലെത്തി എന്ന് വെച്ചാൽ DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണന്റെ പേരിന്റെ അവിടെ വരെ വന്നു. ബാക്കി എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്, ആരാണ് ഇത് ഉണ്ടാക്കിയത്, ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ച് ആളെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും അവസാനത്തും ഇതിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഒരു DYFI നേതാവിലാണ് എത്തി നിൽക്കുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ മുസ്ലിം ലീഗുകാരെ പിടിക്കാൻ ശ്രമിക്കുന്നു, അവരുണ്ടാക്കിയതാണെന്ന് വ്യാജം സൃഷ്ടിക്കുന്നു. പൊളിറ്റിക്കൽ പോയിസണാണ്
ഇദ്ദേഹം എന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് വടകരയിൽ വന്ന് പ്രസംഗിക്കുന്നു, ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി. ഫൈനലി അന്വേഷണം അവിടെ എത്തിച്ചേർന്നു. അന്വേഷണം ഇവരിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അന്വേഷണം സമ്പൂർണ്ണമായും നിന്നു പോകുന്നതാണ് നാം കണ്ടത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന ഇത്തരം അപകടകാരികളായിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾക്ക് ചരിത്രം സമീപ ചരിത്രം എടുക്കുമ്പോൾ അതിൽ CPM-കാരിലേക്ക് അന്വേഷണം പോവുകയും അന്വേഷണം അട്ടിമറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് ആണ് ഇപ്പോഴും ഈ എവിടെ വരുന്നത് CPM നേരെ കുന്തമന വരുന്നത്. മറ്റേ കേസ് മര്യാദയ്ക്ക് പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ആരോപണം ഉയർന്നു വരുന്നതിന് തടുക്കാൻ CPM-ന് കഴിയുമായിരുന്നു. അതുകൊണ്ട് ഈ സ്വാഭാവികമാണ് ഈ നിലയ്ക്ക് ആക്ഷേപിക്കാൻ വരുന്നു എന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഇനി തങ്ങളെ അപായപ്പെടുത്തി കളയാം, മീൻസ് രാഷ്ട്രീയമായി എന്ന് വിചാരിച്ച് ആരെങ്കിലും തെറ്റായി ഉണ്ടാക്കിയതാണെങ്കിൽ അത് വൻതോതിൽ തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഒരു അഗ്രസീവ് വോട്ടിംഗ് അത് കാരണമായിട്ട് മാറിയേക്കാം ആ സെക്റ്റിൽ നിന്ന്. രണ്ട് സാധ്യതയാണ് ഇതിൽ പറഞ്ഞു കേട്ടത്. ഒന്ന് ഈ പറയുന്ന CPM-ന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ ഭാഗത്ത് നിന്ന്. രണ്ടാമത്തേത് സീറ്റ് നിഷേധിക്കപ്പെട്ട ലീഗുകാരുടെ ഭാഗത്ത് നിന്ന്. ഇതിനൊക്കെ സാധ്യതയുണ്ടോ? രണ്ടായാലും അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ഇത് രാഷ്ട്രീയ എതിരാളികൾ, ഞാൻ CPM എന്നൊന്നും മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ പാണക്കാട് സാദിഖലി തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും ഇതിങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണത്തേക്കാൾ അത് ചെയ്യുന്നവർക്ക് ദോഷമാണ് ഉണ്ടാവുക. കാരണം സാദിഖലി തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി സമൂഹത്തിൽ സ്വീകാര്യനായ ഒരു വ്യക്തിത്വമാണ്. ആ സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തെ ഈ രീതിയിൽ ചിത്രീകരിച്ച് കാണിച്ചാൽ അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഉള്ളത് തന്നെയാണെന്ന് ഇരിക്കട്ടെ, സാദിഖലി തങ്ങൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്നങ്ങ് ഒരു വാദത്തിന് വേണ്ടി സംഭവിക്കുക എങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് തിരിച്ചടിയാണ് ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തൊട്ടുടനെ തന്നെ ഈ പോസ്റ്റ് വന്ന തൊട്ടുടനെ തന്നെ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിർദ്ദേശം പോയി കഴിഞ്ഞു, ഇതൊരിക്കലും തുടരുത്. അതുകൊണ്ടാണ് ഒരാൾ പോലും CPM-ന്റെ സൈബർ അണികൾ ഒരാൾ പോലും അത് ഷെയർ ചെയ്യുകയോ അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്ഥിരമായ ഉപന്യാസം എഴുതുന്ന ഒരാൾ ഇങ്ങനെ എന്തോ എഴുതിയിട്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു എന്നല്ലാതെ വേറെ ആരും അതിലേക്ക് തൊട്ടിട്ടില്ല. കാരണം ഈ വെട്ടുക്കിളികൾ ആ സാധനം തൊട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിനർത്ഥം ഇത് ആ ഭാഗത്തുനിന്നല്ല എന്ന് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു സാധ്യത, നൗഫൽ പറഞ്ഞതുപോലെ സീറ്റ് കിട്ടാത്തവരാണല്ലോ അത് ചെയ്യില്ല. അത് വേറെ എന്തെങ്കിലും രീതി ചെയ്യാമെന്നല്ലാതെ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിച്ചാൽ എങ്ങനെ എന്ത് ഗുണമാണ് അതുകൊണ്ടുണ്ടാവും? ഒരു ഗുണം ഉണ്ടാവില്ലല്ലോ. രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ സാധ്യതയില്ല. ഇത് ഏതെങ്കിലും ഒരു ഒറ്റബുദ്ധി ചെയ്താവാനാണ് സാധ്യത. അമിതാവേശക്കാരനായ ഏതോ ഒറ്റബുദ്ധി കൂട്ടത്തിൽ കൂടാതെ ഒറ്റപ്പെട്ട ചെന്നായി എന്ന് പറയുന്നത്, ലോൺ വൂൾഫ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ അത് ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്ത് പണി പാളും എന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചതാവാനാണ് സാധ്യത. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് തന്നെയാണ് പ്രശ്നം. ഇങ്ങനെ ആരൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടില്ല. അപ്പോൾ കഴിഞ്ഞ 2021 ഇലക്ഷൻ നോക്കുക, 2021 ഇലക്ഷൻ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്നില്ല. ഞാൻ ഉറച്ചു പറയുന്നു, ഇത് ചെയ്ത ആളെയും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ പോലീസ് അത് ചെയ്യില്ല. ആ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം നാളെയും ഇത്തരം പരിപാടികൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നാളെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അവരെ പിടിച്ചല്ലോ ഇവരെ പിടിച്ചല്ലോ എന്ന് ചോദ്യം വരരുത്. ആരെയും പിടിക്കാനൊന്നും പ്രശ്നമല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ഡിജിറ്റൽ മേഖല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന പരിപാടിയിൽ, അതിപ്പോൾ രാഷ്ട്രീയക്കാരെ മാത്രമല്ല, എത്രയോ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നു. ഇത് സ്ത്രീകളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ, സ്ത്രീകളെ ചോദ്യം ചെയ്യും. ശൈല ടീച്ചർ തന്നെ ഇത്തരം ആക്രമണം നേരിട്ടുള്ളവരാണ്. ഒന്നും ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഇതിലേക്ക് എത്തില്ല, ആരെയും കണ്ടുപിടിക്കില്ല. അല്ല, നമ്മുടെ മാധ്യമപ്രവർത്തകർ എത്ര അധിക്ഷേപിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തകർ എണ്ണായിരിക്കും കൂടുതൽ. ആരും പരാതി പോലും പറയുന്നില്ല. നൗഫൽ പരാതി പറയാറുണ്ട്, ഞാൻ പരാതി പറയാറുണ്ടോ? ഞാൻ പരാതി കൊടുക്കാറില്ല അത്തരം കാര്യങ്ങൾക്ക്. ഈ ഫോണിലേക്ക് വരുന്ന കോളുകൾ എത്രയാണ്, മെസ്സേജ് എത്രയാണ്, നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാത്ത കോളുകൾ എടുക്കാതിരിക്കാൻ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹരാസ്മെന്റിനൊന്നും ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവില്ല. അതിനൊരു കൺക്ലൂസീവ്നെസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇനിയും തുടരും. അത് എന്തുകൊണ്ടാണ് അത് കണ്ടുപിടിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇതെല്ലാവർക്കും ആവശ്യമുള്ള പണിയാണ് ഇനി വരും കാലങ്ങളിൽ എന്നുള്ളതുകൊണ്ടാണ്. ജിമ്മി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്നൊരു സന്തോഷം നമുക്ക് നൽകുന്നുണ്ട്. കാരണം ഇതിനെ നിഷാദും പറഞ്ഞതുപോലെ ഇതിനെ സൈബർ വെട്ടുകളികൾ ഏറ്റെടുത്തില്ല. അതോടൊപ്പം തന്നെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പിന്തുണയുമായി KT ജലീലും വിജയരാഘവനോടൊക്കെയുള്ള ആളുകൾ വരികയും ചെയ്യുന്നു. അത് നല്ലൊരു സൂചന നൽകുന്നുണ്ട്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. അത് വളരെ ലളിതമല്ലേ. പാണക്കാട് തങ്ങളെക്കുറിച്ച്, ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമാണ് ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹം എവിടെ വെച്ചോ കണ്ടു, ഇപ്പോൾ ഫോൺ നമ്പർ വാങ്ങിച്ചു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. ആ ചിത്രം ഇതാ എന്ന് പറഞ്ഞാണ് വന്നത്. ഇത് വന്നാൽ ഈ ഇലക്ഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താ? അത് നേരത്തെ റാവു പറഞ്ഞതുപോലെ ഇത് മാസ് വോട്ടിംഗ് ആയിട്ട് വരും. ഇത് മുസ്ലിങ്ങൾക്കെതിരെ എന്തോ ഭീകര സംഭവമാണെന്നും അതാണെന്നും ഇതാണെന്ന് പറഞ്ഞാൽ വലിയ വോട്ടിംഗ് വരും. അപ്പോൾ ഒരു കാരണവശാലും അത് വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ സംഭവത്തിൽ എല്ലാവരും ഇങ്ങനെ പ്രതികരിച്ചത്. വേറൊരു സാഹചര്യത്തിൽ വേറൊരാളായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ മാന്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കേരളത്തിൻ്റെ ചരിത്രം അതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് വന്ന പോസ്റ്റുകളിൽ അയാളുടെ
സ്വഭാവ വൈകല്യത്തെക്കുറിച്ചും ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചും അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു 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 വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സാധനം ഉണ്ട്. അപ്പോൾ വലിയ വാർത്തയൊക്കെ അടിക്കുന്ന ഒരു സൈറ്റ്, പേര് ഞാൻ പറയുന്നില്ല, ഇനി അതിൻ്റെ പേര് പബ്ലിസിറ്റി വേണ്ട. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ്. ഇത് പാണക്കാട് തങ്ങളായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം വിചാരിച്ചാണ്. യെസ്, പാണക്കാട് തങ്ങളായതുകൊണ്ട് രക്ഷപ്പെട്ടു. വെറും കോമാളി വേഷം കെട്ടുന്ന ഒരാളെ പിടിച്ചാണോ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നത്? ഇത് ചോദിച്ചത് കേരളത്തിൻ്റെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ്. അദ്ദേഹം അങ്ങ് ചോദിച്ചു പോയി. പക്ഷേ വിമർശനങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് നേരെ ഉയർന്നു. അദ്ദേഹത്തിന് ഇന്ന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. കോമാളി എന്ന് വിളിച്ചതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അത് ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പിഷാരടിയുടെ ഗസ സംബന്ധിച്ച നിലപാടിനെക്കുറിച്ച് പറയുകയും ചെയ്തു. പിഷാരടി പ്രതികരിച്ചത് ഖേദം പ്രകടിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നാണ്. എന്തെങ്കിലും ആവട്ടെ, ജിമ്മി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് ഇക്കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് പറയുമ്പോഴും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ചെറ്റത്തരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ലോ. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ചെറ്റക്കുടിലിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജി സുധാകരൻ അതിനെ മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ ഇത്തരം വാവിട്ട വാക്കുകൾ ഇത്തരം സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞതും തോമസ് ഐസക് പറഞ്ഞതും രണ്ട് കോണ്ടെക്സ്റ്റിൽ കാണാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ചെറ്റത്തരം എന്ന് വിളിച്ചതിനകത്ത് ഇത് ചെറ്റപ്പുര അങ്ങനെ ഒരു പഴയ അർത്ഥമുണ്ട്. നമ്മൾ വിളിക്കുന്ന പല തെറികൾക്കും അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മളല്ല, വേറെ ആരെങ്കിലും ഒക്കെ തെണ്ടി എന്ന് പറയുന്നതിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടായിരിക്കില്ല, അതൊരു മോശം കാര്യം ചെയ്തു എന്ന് ചോദിച്ചില്ല. പക്ഷേ ഇതല്ല, ഇത് അധിക്ഷേപമല്ല, പുച്ഛമാണ്. ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുച്ഛം എന്ന് പറയുന്നൊരു സാധനം തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഏതോ ഒരു നടി എന്ന് മുമ്പ് ഒരു മഹാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സീരിയൽ നടിമാരെ കുറിച്ച് പറഞ്ഞ വലിയ കോൺട്രവേഴ്സി ഓർക്കുന്നു. സീരിയൽ നടിമാരെന്തോ ഭയങ്കര മോശം ആളുകളാണ് കേട്ടോ, അതുകൊണ്ട് അവർ കൊള്ളൂല. അതുപോലെയാണ് സിനിമയിൽ. അപ്പോൾ പിഷാരടി തമാശ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണെന്ന് തോമസ് ഐസക് ആരോ പറഞ്ഞു കൊടുത്തു കാണും. അപ്പോൾ അയാൾ എന്തോ മോശമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അയാൾ ശരിയല്ല. ഇതേ തോമസ് ഐസക്കാണ് പണ്ട് അദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോൾ വി ഡി സതീശനുമായി വാക്പോര് വന്നപ്പോൾ വി ഡി സതീശൻ പരസ്യമായി ഒരു ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു. അപ്പോൾ പറഞ്ഞത് വി ഡി സതീശനോ, എൻ്റെ സെക്രട്ടറി വരും ചർച്ചയ്ക്ക് എന്നാണ് പറഞ്ഞത്. എൻ്റെ പട്ടി വരും എന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ മലയാളം. അത് വലിയ കോൺട്രവേഴ്സിയായി. അവസാനം വി ഡി സതീശന് മുമ്പിൽ പോയി ഇരുന്ന് കൊടുക്കേണ്ടി വന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്കണോമിക്സ് പോളിടെക്നിക്ക് പഠിക്കാത്ത വി ഡി സതീശൻ തോമസ് ഐസക്കിനെ നിലംപരിച്ചാക്കുന്ന നമ്മൾ കണ്ടത്. പക്ഷേ അത് തുടങ്ങുന്നത് എൻ്റെ സെക്രട്ടറി വരും എന്ന് പറഞ്ഞു കൊടുത്തതാണ്. ഇത് തോമസ് ഐസക്കിൻ്റെ മാത്രം പ്രശ്നമല്ല. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ആളുകളെ പുച്ഛിക്കാം, പക്ഷേ അതിന് ഒരു എന്താ പറയുക, അയാൾ അർഹിക്കാത്ത പുച്ഛം ഒരാൾക്ക് കൊടുക്കരുത്. ആ പുച്ഛത്തെ ഒരാളെ മോശക്കാരനാവുന്നത് അയാൾ ചെയ്യുന്ന തൊഴിൽ കൊണ്ടോ അയാൾ ഏർപ്പെടുന്ന മറ്റെന്തെങ്കിലും ജീവിത വൃത്തി കൊണ്ടോ ആകുന്നത് വളരെ മോശമല്ലേ? ഒരാൾ ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ വെറും കോമഡി നടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പറയൂ? ഇല്ല. പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ ജഗദീഷ് ശ്രീകുമാർ അങ്ങനെയായിരുന്നു. ഇന്ദ്രൻസ് അങ്ങനെയായിരുന്നു. നമ്മുടെ നാട്ടിലെ പല തമാശ പറയുന്ന ആളുകളെക്കുറിച്ചും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതാരും പറയില്ല. സീരിയൽ നടിമാരെക്കുറിച്ച് ഇപ്പോൾ പറയില്ല, ഒരു 2-3 വർഷം മുമ്പ് വരെ പറയുമായിരുന്നു. അങ്ങനെ നാട്ടിൽ കൊള്ളാവുന്ന ജോലികളും നാട്ടിൽ കൊള്ളാത്ത ജോലികളും എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ബാക്കിയുള്ളവരെ പുച്ഛമാകുമ്പോൾ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയക്കാരോട് പുച്ഛമാണെന്നും പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ സഭ്യമായി പറഞ്ഞാൽ എന്ന് വരെ അവരെക്കുറിച്ചുമുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഓർത്താൽ കൊള്ളാം. അപ്പോൾ പ്രശ്നം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, പുച്ഛമാണ്. പുച്ഛിക്കുമ്പോൾ അത് നിങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന് മാത്രം ഓർത്താൽ മതി. രാഷ്ട്രീയത്തിൽ പൊതുജീവിതത്തിൽ ഈ പുച്ഛത്തിന് തീരെ പദവിയില്ല, തീരെ വിലയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. നിഷാദ്, ഈ രമേശ് പിഷാരടി സ്ഥാനാർത്ഥി ആയപ്പോൾ തന്നെ വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, പ്രത്യേകിച്ച് LDF ഭാഗത്ത് നിന്ന് വരുന്ന ആരോപണം, ഒരു രാഷ്ട്രീയ എതിരാളിയല്ല ശോഭാ സുരേന്ദ്രനെ അവിടെ UDF നിർത്തിയത് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം സിനിമയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് സ്വീകരിക്കാവുന്ന അല്ലാത്തതുമായി അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് രാഷ്ട്രീയ ബോധമില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാവും? അല്ല, ഈ രമേശ് പിഷാരടിയോട് CPM-ന് പ്രശ്നമുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന പദാവലികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് രമ്യ ഹരിദാസ് കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി, പിന്നെ ആ കുട്ടിയുടെ സ്ഥിതി എന്തായെന്ന് അറിഞ്ഞുകൂടാ എന്ന് വിജയരാഘവൻ പ്രസംഗിക്കുകയും വലിയ വിവാദമായി മാറുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വാവിട്ട വർത്തമാനം തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് CPM-കാരിൽ നിന്ന് പുതിയൊരു സംഗതിയല്ല. അതിൽ CPM-മാർ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാരെ മറികടന്ന് ഇപ്പോൾ ഐസക്കും ഇത് പറഞ്ഞു തുടങ്ങിയത് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ പിഷാരടി രാഷ്ട്രീയം അറിയാവുന്ന ആളാണെന്ന് ചോദിച്ചാൽ പിഷാരടിയുടെ പ്രതികരണം നോക്കൂ. പിഷാരടിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ തോതറിയാൻ ആ പ്രതികരണം എടുത്താൽ മതി. സമരം ചെയ്താൽ കിട്ടുന്നതല്ല സംസ്കാരം.
പിഷാരടി മനസ്സിലാക്കിയിരിക്കുന്ന സമരം എന്ന് പറയുന്നത് ഒരു വളിപ്പ് ഏർപ്പാടാണ്. അങ്ങനെ സമരം ചെയ്യേണ്ട ഒന്നല്ല. ഇൻസ്റ്റഗ്രാമിൽ റീലിടുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ വേറെ ഏതെങ്കിലും ഫോറിൻ അക്കൗണ്ടുകളിലൊക്കെ കാണുന്ന ഇംഗ്ലീഷ് സിദ്ധാന്തങ്ങൾ മലയാളത്തിലാക്കി പറഞ്ഞാൽ കിട്ടുന്ന കയ്യടിയാണ് നമ്മുടെ പോപ്പുലാരിറ്റിക്ക് ഒരു ആധാരമാക്കേണ്ട സംഗതി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമാണ്. സമരം ചെയ്താൽ കിട്ടുന്ന ഒരു സംസ്കാരമുണ്ട്. സമരം ചെയ്ത മനുഷ്യന്മാരാണ് ഇന്ത്യ ഉണ്ടാക്കിയത് എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് ആണെന്നാണല്ലോ അദ്ദേഹം വിചാരിക്കുന്നത്. ആ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യ സമരം ഞങ്ങൾ നടത്തിയതാണെന്നാണ് അവർ പറയുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യ എന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ആ സമരത്തിൻ്റെ സംസ്കാരമാണ് ഞങ്ങളിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ കോൺഗ്രസിൻ്റെ ഭാഗമായതുകൊണ്ട് പിഷാരടി പറയാണ് സമരം ചെയ്താൽ കിട്ടുന്ന നല്ല സംസ്കാരം. അവിടെയും ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പിഷാരടിക്ക് കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിഷാരടിയെ വിമർശിക്കാൻ CPM ഒരുപാട് കാരണങ്ങളുണ്ട്. പിഷാരടി പറയുന്ന രാഷ്ട്രീയത്തിൽ ഒരുപാട് കുഴപ്പമുണ്ട്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് അല്ല അദ്ദേഹം ഇതുവരെ സംസാരിച്ച് പലപ്പോഴും നാം കണ്ടിട്ടുള്ളത്. സമാധാനത്തിൻ്റെ പേര് പറഞ്ഞ് സമാധാനമായിരിക്കുന്നവരുടെ സമാധാനം കെടുത്തരുത്, പിടുത്തം കിട്ടിയോ എന്ന ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? സമാധാനക്കാർ എന്ന് ആരെയാണ് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരു ഗസ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: സമാധാനത്തിൻ്റെ പേര് പറഞ്ഞ് സമാധാനമായിരിക്കുന്നവരുടെ സമാധാനം കെടുത്തരുത്, പിടുത്തം കിട്ടിയോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗസ വിഷയത്തിൽ. നമ്മളിവിടെ കിടന്ന് വർത്തമാനം പറയേണ്ട കേസല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പക്ഷേ കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ പൊസിഷനുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ വിളിച്ച് ചോദിച്ചാൽ മതി. രമേശ് ജി, നമ്മുടെ ഗസ വിഷയത്തിൽ നിലപാടുന്നത് രമേശ് നല്ല ക്ലാരിറ്റി അക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയത്തിൽ പ്രധാനമാണ് ഇതൊക്കെ ബോധ്യം ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് കോമാളിയെ വിളിച്ചതിനെ ജസ്റ്റിഫൈ അല്ല, വിളി ഒരിക്കലും പാടില്ലാത്ത ഒന്നും. ഐസക് അത് മാപ്പ് പറഞ്ഞ് തിരുത്തി, നല്ല കാര്യം. പക്ഷെ അതിനോട് പ്രതികരിച്ച പിഷാരടിയുടെ ഒരു സമീപനം അദ്ദേഹം ഓവറാക്കിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആഴത്തിൻ്റെ ശൂന്യത പ്രകടമാണെന്ന് കൂടി ഞാൻ പറയും. രമേശ് പിഷാരടിക്ക് പിടുത്തം കിട്ടി വരുന്നേ ഉള്ളൂ. പക്ഷേ ഐസക്കിന് നേരത്തെ പിടുത്തം കിട്ടിയതാണല്ലോ. അതല്ല, ഈ ഐസക്ക് കോമാളി എന്ന് വിളിക്കുന്നത് തമാശ പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കുന്ന ഒരാൾ. അതാണല്ലോ കോമാളിയുടെ പണി. ജോക്കർ അതൊരു ആക്ഷേപവാക്കായി മാറുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി, അതായത് കാര്യമില്ലാത്ത കഥയില്ലാത്ത ഒരാളെ നടത്തിലാണ് ആക്ഷേപിക്കുന്നത്. ഒരു പരിധിവരെ രമേശ് പിഷാരടി ആ വിമർശനം അർഹിക്കുന്നുണ്ട്. കോമാളി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടല്ല, രാഷ്ട്രീയ ബോധ്യമില്ലാത്ത കാര്യങ്ങളെ കാണുന്ന, അരാഷ്ട്രീയത ഉൾക്കൊള്ളുന്ന ഒരാളെന്നറിയില്ല വിമർശനം അറിയിക്കുന്നു. പക്ഷെ ആ ഉദ്ദേശമല്ല തോമസ് ഐസക്ക് എന്തും പറഞ്ഞോട്ടെ. പക്ഷെ തോമസ് ഐസക്കിന്റെ ഉദ്ദേശം ഇതാണ്. എന്താണ് പ്രശ്നം? വളരെ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കേണ്ട ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് രമേശ് പിഷാരടിയെ പോലെ ഒരാൾ നിർത്തി. രമേശ് പിഷാരടി മോശം രാഷ്ട്രീയക്കാരനാണെന്നോ സിനിമാക്കാരനാണെന്നോ അല്ല എൻ്റെ അഭിപ്രായം. രമേശ് പിഷാരടി വളരെ ധൈര്യപൂർവ്വം സാധാരണ രീതിയിൽ സിനിമാ താരങ്ങളും മറ്റും ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കാൻ എപ്പോഴും താല്പര്യപ്പെടുമ്പോൾ രണ്ടിടത്തും പ്രതിപക്ഷമായ ഒരു പാർട്ടിക്കാരനാണ് ഞാൻ എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ്. ആരെയൊക്കെയാണ് അവിടെ പിണക്കുന്നത്? കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ മുതൽ ഇവിടെ CPM എക്കോസിസ്റ്റത്തെ വരെ പിണക്കിക്കൊണ്ടാണ് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പ്രധാനത്തിറങ്ങിയത്. ആ ഒരു സവിശേഷമായ ധൈര്യത്തെ നമ്മൾ എടുത്തു പറയണം. ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പുള്ള തെരഞ്ഞെടുപ്പ്. പക്ഷെ പ്രശ്നം അവിടെയല്ല. പ്രശ്നം അത് പിഷാരടിയുടെ മാത്രം പ്രശ്നമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിഷാരടിക്ക് ഈ സ്ഥാനാർത്ഥിത്വം വാങ്ങിക്കൊടുത്ത ആളുടെ കൂടി പ്രശ്നമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവാവ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ്. രാഷ്ട്രീയം പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹം ആരെയാണ് എതിരിടുന്നത് എന്ന കൃത്യമായ ധാരണ, രാഷ്ട്രീയ ധാരണയോടുകൂടി ആ പാർട്ടിയെ വിമർശിച്ച് അതിനിശ്ചിതമായി വിമർശിച്ചാണ് അവിടെ വോട്ട് നേടിയത്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ദൗർഭാഗ്യവശാൽ മറ്റ് ചില വിവാദങ്ങളിൽ അയാൾ ഇത്തവണ മത്സരിക്കുന്നില്ല. അയാൾ സാമൂഹിക ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്താണ്. അവിടെ അതിന് പകരക്കാരനായിട്ടാണ് രമേശ് പിഷാരടിയെ കൊണ്ടുവരുന്നത്. രമേശ് പിഷാരടി വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ സ്പോൺസറെ പോലെ തന്നെ ഒട്ടും രാഷ്ട്രീയം പറയാതെ കൈവീശി കാണിക്കുകയും റീലിടുകയും ആളുകളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് ജനകീയനായി ഭാവിക്കുക, അങ്ങനെ വോട്ട് നേടാമെന്ന് ധരിക്കുകയാണ്. അത് എല്ലായിടത്തും വർക്കാവില്ല. അത് ഷാഫി പറമ്പിൽ ചെയ്ത് പാലക്കാട്ട് ചെയ്തതുപോലെ രമേശ് പിഷാരടിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്താൽ വർക്കാവില്ല. അത് ഷാഫിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്, മറ്റെല്ലാവർക്കും കഴിയണമെന്നില്ല. രാഷ്ട്രീയം പറയുന്നിടത്ത് രാഷ്ട്രീയം പറഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടണം. അതാണ് അവിടെ തോമസ് ഐസക് ഉന്നയിച്ച വിമർശനത്തിൻ്റെ കാതൽ. പക്ഷെ പ്രശ്നം അവിടെയല്ല. ഈ രമേശ് പിഷാരടിയുടെ കോമാളി എന്ന് വിളിക്കുന്ന തോമസ് ഐസക് അന്ന് യശസ്വരീനായ ഇന്നസെന്റ് എന്ന് വിളിക്കുമായിരുന്നു. ഇന്നസെന്റ് എങ്ങനെയാണ് ജയിച്ചത്? അദ്ദേഹം ആരാണ്? അദ്ദേഹം വല്ല രാഷ്ട്രീയം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്? മുകേഷ് MLA അദ്ദേഹം ഒന്നും എന്തെങ്കിലും രാഷ്ട്രീയം പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഹിപ്പോക്രസിയാണ്. ഉച്ചത്തേക്കാളുപരി കാപട്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, ഫൈനൽ ആർഗ്യുമെന്റ് അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. മറ്റൊന്നുമല്ല, ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെയാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്, ട്രംപ് പറഞ്ഞിരിക്കുന്നു യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്ന്. താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഏകപക്ഷീയമായി. ഇറാനുമായി അവർ ചർച്ച നടത്തിക്കഴിഞ്ഞു. ഊർജ്ജ കേന്ദ്രങ്ങൾ തൽക്കാലം ആക്രമിക്കുന്നില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ജിമ്മി, ട്രംപിന് മതിയായിട്ടുണ്ടോ യുദ്ധം? ട്രംപിന് മതിയായെന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കിടക്കണമെന്ന ട്രംപിൻ്റെ അതിയായ ആഗ്രഹത്തിൻ്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ വാതക പാടങ്ങളിൽ വലിയ ആക്രമണം, അപ്പോൾ തിരിച്ചടിച്ചത് ഖത്തറിനെതിരെയാണ്.
ഖത്തറിൻ്റെ ഏതാണ്ട് 17% പ്രൊഡക്ടിവിറ്റിയും കട്ടായി പോവുകയും അടുത്ത 5 വർഷമെടുക്കും ഇത് തിരിച്ച് ശരിയായി വരാൻ എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഒരു വർഷം $20 ബില്യൺ വലിയ നഷ്ടമുണ്ട്. അപ്പോൾ ഖത്തറിൻ്റെ പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം, ആർക്കാണ് ഇതിൻ്റെ ഗുണമെന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോഴാണ് ട്രംപ് ഞാൻ 48 മണിക്കൂറിനാണ് ഇപ്പോൾ ശരിയായി കളയെന്ന് പറഞ്ഞ് തിരിച്ച് ഭീഷണി മുഴക്കിയത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ട്രംപിനോട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നാമ്പുറത്ത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിൽ മനസ്സിലാവുക. അതായത് മതി, ഇനഫ് ഈസ് ഇനഫ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞു. ട്രംപ് വാലും ചുരുട്ടി തിരിച്ചോടാൻ പോവാണ്. തുടങ്ങിയപ്പോൾ ഇറാനിലെ നേതൃത്വം മാറണം, രാഷ്ട്രീയം മാറണം, സർക്കാർ മാറണം എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലെടുക്ക് തുറക്കണം എന്നതിലേക്ക് വന്നു. ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ഹോർമൂസ് കടലെടുക്ക് തുറന്നു തന്നെയായിരുന്നത്. ഇയാൾ വന്നിട്ട് അടച്ചതാ, ഇയാൾ പോയത് തുറന്നോളും. അപ്പോൾ അപഹാസ്യരായി വിയറ്റ്നാമിൽ നിന്ന്, അതുപോലെ തന്നെ കൊറിയയിൽ നിന്ന്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇവിടെ നിന്നെല്ലാം പേടിച്ച് പിന്മാറിയ അമേരിക്ക ഒരു തവണ കൂടി ചരിത്രത്തിൽ എളുപ്യരായി നിൽക്കുകയാണ്. ഒന്നാമത്തെ സാധ്യത. അതല്ലെങ്കിൽ സായിപ്പിന് ഭ്രാന്താണ്, ചിലപ്പോൾ പുതിയ സ്ട്രാറ്റജി ആയിരിക്കും. അടുത്ത 5 ദിവസത്തേക്ക് ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ആയിരിക്കും. അവരുടെ മിസൈൽ വേധ സന്നാഹങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാനോ എണ്ണയുടെ വില ഒന്ന് കുറയ്ക്കാനോ ആയിരിക്കും. ഇത് ഏതുമായിരിക്കാം. കാരണം ട്രംപിൻ്റേത് ഇത്തിരി ഭ്രാന്തുള്ള ഒരു മനുഷ്യനാണ്. ഇത്തിരിയല്ല, കുറച്ച് നല്ല ഭ്രാന്തുള്ളതാണ്. ഇത് രണ്ടിലേതുമാകും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വളരെ നിർണായകമായിരിക്കും. ഇറാൻ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ്. ഇന്ന് രാത്രി ഇറാൻ വീണ്ടും ആക്രമിക്കുമോ, അമേരിക്ക എന്ത് ചെയ്യും, ഇതിനിടയ്ക്ക് ഇസ്രായേൽ എന്ത് ചെയ്യും, അത് നമുക്ക് നോക്കാം. ഇത് സ്ട്രാറ്റജി ആണോ അജിംസ് തോന്നുന്നു? അല്ല, ഇത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് ആദ്യം ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റിന് ശേഷം വിശദമായ വിശദീകരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നെഗോഷിയേഷൻ നടന്നെങ്കിൽ ഞങ്ങൾ വീണ്ടും മുമ്പിടുന്നതാണ്. മുമ്പ് നെഗോഷിയേഷൻ ടേബിളിൽ നിന്ന് പുറകിൽ നിന്ന് അവരുടെ രാഷ്ട്രതലവനെ വധിച്ചതുപോലെ ഞങ്ങൾ ഇനിയും ബോംബിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് നല്ല ഒരു ഐഡിയ ആണ്. പുതിയൊരു നേതാവ് വരും. അത് ഇപ്പോഴുള്ള മുസ്തഫ കാമിനെ പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി പങ്കാളിത്തമുള്ളൊരു ഭരണനേതൃത്വം ഉണ്ടാകുന്ന വളരെ വിശദമായി വീണ്ടും പോസ്റ്റ് ഇട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പിന്മാറുകയാണെന്ന് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ട്. അത് മറികടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇനിയും ബോംബിടുമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പിന്മാറ്റം തന്നെയാണ്. ഇത് അധികാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. അമേരിക്ക ഇത്ര പെട്ടെന്ന് പിന്മാറിയ ഒരു യുദ്ധം ഇത് ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ വിയറ്റ്നാമിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തു. ഇറാഖിലും അഫ്ഗാനിലും 10 വർഷത്തിലധികമാണ് യുദ്ധം ചെയ്തത്. അവിടെ നിന്നൊക്കെ പിന്മാറിയിരുന്നു. പക്ഷേ അവിടെ 10 വർഷം യുദ്ധം ചെയ്തു, കുറേ അധികം അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചു. ഇതങ്ങനെയല്ല പ്രശ്നം. അമേരിക്കൻ സൈനികരുടെ ജീവനേക്കാൾ വിലയുണ്ട് എണ്ണയ്ക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിലെയും ഇസ്രായേലിലെയും സൈനികരുടെ സിവിലിയൻസിൻ്റെയും ജീവനേക്കാൾ വിലയുണ്ട് എണ്ണയ്ക്ക് എന്ന് മനസ്സിലാക്കിയ യുദ്ധമാണിത്. ഹോർമുസ് കടലിടുക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ആരും കാണാത്ത വേറൊരു പ്ലെയർ ഉണ്ട്. അത് എലോൺ മസ്ക് ആണ്. എലോൺ മസ്കിൻ്റെ ഒരു ഇന്റർനെറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, എന്താണ് പറയുക, സ്പേസ് എക്സ് അല്ലല്ല ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടല്ലോ, സാറ്റലൈറ്റ്. ആ സംവിധാനമാണ് ഇറാനിൽ ആ പ്രക്ഷോഭമുണ്ടായ സമയത്ത് അവിടെ നിന്ന് പ്രക്ഷോഭകാരികൾക്ക് പടങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അമേരിക്ക കൊടുത്തതാണ്. അമേരിക്ക സ്മഗിൾ ചെയ്യുകയാണ് ഇറാനിലേക്ക്. ഏതാണ്ട് 6,000-ഓളം അത്തരം യൂണിറ്റുകൾ അങ്ങോട്ട് സ്മഗിൾ ചെയ്തെന്നാണ് പറയുന്നത്. ഈ സാധനങ്ങൾ ഇത് ഇറാൻ പട്ടാളം തന്നെ പിടിച്ചെടുത്ത് അവർ ഈ യുദ്ധകാലത്ത് തിരിച്ചുപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്, ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ഇൻ്റർനെറ്റ് കമ്പനിയാണ്. അവരെന്ത് ചെയ്യുന്നു, അവരൊരു പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ബാറ്റിലിൽ ഇൻവോൾവ് ആവുകയാണ്. ഇവർ തന്നെ യുക്രൈനിലും ഈ സെയിം സാധനം കൊടുത്തിരുന്നു. യുക്രൈനിൽ ഇത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എലോൺ മസ്ക് എന്നാണ് പറയുന്നത്. ഇതിൽ പലതരം താല്പര്യ കേന്ദ്രങ്ങളുടെ ഒരു സംഘടന കൂടിയാണിത്. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എണ്ണയ്ക്ക് മനുഷ്യരത്തേക്കാൾ വിലയുണ്ട്. നിഷാദ് ഇങ്ങോട്ട് തിരിഞ്ഞ് പറയുന്നു ഞാൻ ഇതാ യുദ്ധം അവസാനിപ്പിക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞു 48 മണിക്കൂറിന് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തീർക്കുമെന്ന് പറയുന്നു. ഈ ട്രംപിനെ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റും? ട്രംപിനെ സംബന്ധിച്ചുള്ള പ്രശ്നം നമ്മൾ കുറേ ദിവസങ്ങളെ സംസാരിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരെ അവർ ഒറ്റപ്പെടുകയാണ്. സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ ഒരു തിരിച്ചടി ഭീകരമാണ്. ഇപ്പോൾ ഇറാന് ശരിയാവണ്ണം മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അമേരിക്കയെ പിന്തിരിപ്പിക്കണമെങ്കിൽ, അമേരിക്കയെ ചിന്തിപ്പിക്കണമെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവണം. അതുണ്ടായി. അതാണ് ഹോർമൂസ് സ്ട്രൈറ്റ് അടയ്ക്കവേ സംഭവിച്ചിട്ടുള്ളത്. ട്രംപിൻ്റെ എപ്പോഴത്തെയും താല്പര്യം സാമ്പത്തികമാണ്. വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ താല്പര്യം സാമ്പത്തികമാണ്. അമേരിക്കയുടെ താല്പര്യം അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. എല്ലാ സമ്പത്തും അമേരിക്കയിലേക്ക് കൊണ്ടുവരിക, എല്ലാ പെട്രോളിയം ഇവിടേക്ക് കൊണ്ടുവരിക, എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ സാമന്തക്കാരാവുക എന്നാണ് അവരുടെ എപ്പോഴത്തെ സ്വപ്നം. ട്രംപിൻ്റെ സ്വപ്നവും അതാണ്. ട്രംപ് ദീർഘകാലമായി റഷ്യയും അമേരിക്കയും തമ്മിൽ പോലും നമ്മൾ ഫൈറ്റ് പാടില്ല, നമ്മളെല്ലാവരും ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് പോകണം എന്നുള്ള അഭിപ്രായം പണ്ട് പറഞ്ഞിട്ടുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് സാമ്പത്തികമായ ഒരു ഞെരുക്കമുണ്ടാക്കിയാൽ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ ആര് നിർബന്ധിതമാകും? ട്രംപും അമേരിക്കയും നിർബന്ധമാകും. മറ്റൊരു തരക്കും അവരെ അടിക്കാൻ പറ്റില്ല. അതാദ്യമേ ചെയ്തു. ഓൾമോസ്റ്റ് അടയ്ക്കും.
അടച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് ട്രംപും അദ്ദേഹത്തിൻ്റെ പട്ടാളവും വിചാരിച്ചിട്ടുണ്ടാവില്ല. മറ്റു രാജ്യങ്ങൾ വരും, അവരെല്ലാം കൂടി സഹായിക്കും. ഇതൊന്നും നടന്നില്ല. ഞങ്ങൾ ആരും റിസ്ക് എടുക്കാൻ വരുന്നില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. ലോക രാജ്യങ്ങൾ അനാവശ്യമായി ഉണ്ടാക്കിയൊരു യുദ്ധം. എന്തിനാണ് നിങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, വിശദീകരിക്കാൻ പറ്റും. നിങ്ങൾ ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഒരു യുദ്ധം നടത്തുന്നു, ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് എന്ന് എല്ലാവരും കൂടി പറയുന്നു. അമേരിക്കയ്ക്ക് നിൽക്കണമെങ്കിൽ അമേരിക്ക നേരത്തെ പലപ്പോഴും ഞാൻ പറഞ്ഞുള്ളത് ഒറ്റ രാഷ്ട്രമായി നിൽക്കാൻ കഴിയില്ല. അതിന് ഗൾഫിൽ ഊന്നിയേ നിൽക്കാൻ പറ്റുള്ളൂ, അതിന് ഇന്ത്യയിൽ ഊന്നിയേ നിൽക്കാൻ പറ്റുള്ളൂ. ഈ രാജ്യങ്ങളെല്ലാം കൂടി അമേരിക്കയോട് പറയുകയാണ് ഈ പരിപാടി ഇപ്പോൾ നടത്തിയില്ല, ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റില്ല എന്ന്. സോ അമേരിക്കൻ സാമ്രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പതിയെ ഇളക്കം തട്ടി തുടങ്ങിയിരിക്കുന്നു. ആ സാമ്രാജ്യത്തെ നിലനിർത്തണമെങ്കിൽ, പല രാജ്യങ്ങളായിട്ടുള്ള അതിൻ്റെ ഇൻട്രസ്റ്റുകൾ നിലനിർത്തണമെങ്കിൽ അതിന് യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുമെന്ന് ഒരു അടിയന്തരാവസ്ഥയിലേക്ക് അത് എത്തുകയാണ്. അതിന് കീഴടങ്ങാണ്. ഇതിൻ്റെ ഏറ്റവും രസകരമായ മറുപടി ഇറാൻ്റെയാണ്. ആര് പറഞ്ഞു നിർത്തിയെന്ന്? ഞങ്ങൾ നിർത്തിയിട്ടില്ലെന്നാണ്. അതിനുശേഷം പിന്നെയും മിസൈലിട്ടു. നിങ്ങൾ ആദ്യം പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് പിൻവാങ്ങും, ഒരു ചർച്ചയ്ക്കും ഞങ്ങളില്ല. മാസം മറുപടിയാണ് അവരുടേത്. നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങൾ നിർത്തുന്ന യുദ്ധം അല്ലാന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായിരിക്കും തുടങ്ങുക, നിർത്തുന്നത് ഞങ്ങളായിരിക്കും. സോ ഞങ്ങൾ നിർത്താം, നിങ്ങളുടെ പ്രഖ്യാപനം വേണ്ടെന്നാണ്. അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ രാത്രി നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ ഫൈനൽ ആർഗ്യുമെന്റ് ഇവിടെ പൂർത്തിയാകുന്നു.